ഇത് പൈനാപ്പിളുകളുടെ അപ്ഡേറ്റ് കാണിച്ചു തരാം. ഇത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പൈനാപ്പിളാണ്, ഗുവാഹട്ടി ഭാഗത്തുനിന്ന്. പിന്നെ വൈറ്റ് മുള്ളില്ലാത്തത്, പിന്നെ റെഡിഷ് കളറുള്ള വെരിഗേറ്റഡ്, ബ്ലാക്ക്. കായ്ച്ചു നിൽക്കുന്നതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ കാണിച്ചു തരാം. ഇതാണ് ആഫ്രിക്കൻ. ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. ആ പോസ്റ്റ് ഒരു 7 അടിയുള്ള പോസ്റ്റ്, 1.5 അടി താഴത്തിൻ്റെ ഒരു 5.5 അടിയുള്ള പോസ്റ്റാണ്. അതിൻ്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഉയർന്ന്. നിങ്ങളൊന്ന് കണ്ടോളൂ. ഇതാണ് ആഫ്രിക്കൻ്റെ ചക്ക. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ വേറെ സക്കറുകളൊന്നും പൊട്ടിയിട്ടില്ല. എനിക്ക് കൊടുക്കാനുള്ളതൊന്നും ആയിട്ടില്ല. ആ ക്രൗണ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയും വലയിട്ട് നിർത്തിയിരിക്കുക. കൂന്താണിയാണ്, കൂന്താണി പൈനാപ്പിൾ. പിന്നെയുള്ളത് മെഡൂസയാണ്. മെഡൂസ ഞാൻ അപ്ഡേറ്റുകൾ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, ആ പൈനാപ്പിളിൻ്റെ ചക്കയുടെ ചുറ്റും ബാക്കി ചെറിയ ചെറിയ ചക്കകൾ വന്നു തുടങ്ങി. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കാണിച്ചു തരാം. ഇത് ഒരു ചക്കയാണ്. ഇതൊരു ചക്കയാണ്. ആ ചക്കയുടെ മുകളിൽ വീണ്ടും ഇതേപോലത്തെ ഒരു ക്രൗൺ, അതായത് തലപ്പാണ്. ഇതൊക്കെയും ഓരോ ചെറിയ ചെറിയ ചക്കകളുടെ തലപ്പാണ്. കണ്ടില്ലേ? ഇതവിടെ കിടക്കട്ടെ, പിന്നെ ബാക്കി കാണിച്ചു തരാം. നമ്മുടെ 2 പീസ് ഗജേന്ദ്രജന നട്ട സ്ഥലമാണ് കേട്ടോ. എന്തായോ എന്ന് കണ്ടറിയണം. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ കളറ് മാറി എന്തൊക്കെയാവുമെന്ന് അപ്ഡേറ്റുകൾ വരുമ്പോൾ കാണാം. മുള്ളില്ലാത്ത വെറൈറ്റിയാണ്. കണ്ടില്ലേ? ഇതിൻ്റെ കൂമ്പിൽ പൈനാപ്പിൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. വരുന്നുണ്ടെന്ന് ചെറിയൊരു ഡൗട്ട്. നോക്കാം, നമുക്ക് അപ്ഡേറ്റ് അറിയിക്കാം. ഇത് നൈജീരിയൻ എന്ന വിശ്വാസത്തിൽ വളർത്തുന്നതാണ്. നൈജീരിയൻ എന്താന്ന് കണ്ടറിയണം. കോശി, ഇത് നൈജീരിയനാണോ? ഇതേ ഉണ്ടായി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വരവ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ബ്രസീലിയൻ എന്നാ തോന്നണത്. ഇതാണ് ബ്രസീലിയൻ എന്നാ തോന്നുന്നത്. ദൈവമേ, മൊത്തത്തിൽ തെറ്റുവാണല്ലോ. നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ, അല്ലാതെ ഉണ്ടായി വരട്ടെ. അപ്പോൾ ഇത് ബ്രസീലിയനാണെങ്കിൽ അത് നൈജീരിയനായിരിക്കും. നോക്കാം നമുക്ക്. ദൈവമേ, ഇവിടെ ഡ്രാഗണിൻ്റെ തണ്ടുകൾ കുറേ ഉണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് ഞാൻ ബ്രസീലിയനെ കരുതിയത്. ഇനി ഇത് ഹാൻഡ്ഫുള്ളാണോ എന്താണെന്ന് കണ്ടറിയണം. ഇതെല്ലാം കായ്ച്ചു കഴിയട്ടെ. പിന്നെ അപ്പുറത്ത് കെനിയൻ റെഡ് ഉണ്ട്. കെനിയൻ റെഡ് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നല്ല മറ്റിതുകൾ പോലെയല്ല, ഇത്തിരി റെഡിഷ് കൂടുതലാണ്. എല്ലാം ഇവിടെ കിടക്കട്ടെ, നമുക്ക് വഴിയെ ബാക്കി കാണാം. പിന്നെ ഇത് ബിലാത്തിയാണ്, അപ്പുറത്ത് അമൃത. എന്തായാലും കായ്ക്കുന്നതിനനുസരിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇന്നിവിടെ കണ്ടില്ലേ കംപ്ലീറ്റ് പൈനാപ്പിളിൻ്റെ കാട. എന്തായാലും കുറേ 3000-ൻ്റെയും 6000-ൻ്റെയും വെറൈറ്റികളൊക്കെ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് വഴിയെ കാണാം.